ഒരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് തലയിൽ തേക്കാം. ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഇച്ചിരി ലൂസായിട്ട് ഞാൻ ഉണ്ടാക്കിയാണ്, ഇപ്പോൾ ഉണ്ടാക്കിയതാണേ. ഇതൊരു അരമണിക്കൂർ വെച്ചിട്ട് വേണം തലയിൽ തേക്കാൻ. അന്നേരം പൊടികളെല്ലാം കുറച്ച് പൊടികളെല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ലൊരു ഹെയർ ഡൈ ആണ്. തലയ്ക്ക് നല്ല കൂളിങ് കിട്ടും, നല്ല ഉറക്കം കിട്ടും, കണ്ണിന് നല്ല സുഖം കിട്ടും, തലമുടി നമ്മുടെ നല്ല പോലെ കറുത്തും വരും. ഇത് എളുപ്പത്തിനുണ്ടാക്കാം. കുറച്ച് പൊടികൾ കൂടുതൽ വേണമെന്നേ ഉള്ളൂ. അവനവൻ്റെ തലമുടിക്ക് ആവശ്യമുള്ള അത്ര ഉണ്ടാക്കിയിടണം. അവനവൻ്റെ മുടിക്ക് എന്തോരം അളവ് വേണമെന്ന്. എൻ്റെ മുടിക്ക് ഇത്ര മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കിയത്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കമൻറ്റ് ഇടാൻ കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിലേക്ക് പോവാം. എളുപ്പത്തിന് ഞാൻ പറഞ്ഞുതരാം. എളുപ്പത്തിന് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ്. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിന് കുറച്ച് സമയം മുമ്പ് കലക്കി തലയിൽ തേച്ചാൽ മതി. എളുപ്പത്തിന് മുടി കറുത്ത് വരും. വീഡിയോയിലേക്ക് പോകാവേ. നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡർ. നമുക്ക് ആവശ്യത്തിന് മുടിയുടെ അനുസരിച്ച് വേണം കേട്ടോ. ചെറിയ സ്പൂണിന് 2 സ്പൂൺ കാപ്പിപ്പൊടി ആദ്യം ഇടുക. കാപ്പിപ്പൊടി ഇല്ലാത്തവർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്താലും മതി കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഇല്ലാത്തവർ സാധാരണ കോഫി പൗഡർ, ഏത് കോഫി പൗഡറും ചേർത്താൽ മതി. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഡൈ ഇൻസ്റ്റൻറ്റ് ഡൈ ആണ്. അതായത് വേഗം ഉണ്ടാക്കാം. പൊടികൾ മാത്രം ഉപയോഗിച്ച് ഇതിലേക്ക് 1 സ്പൂൺ ചായപ്പൊടി, ഇതിലേക്ക് 1 സ്പൂൺ നെല്ലിക്കപ്പൊടി. എല്ലാം ഓരോ സ്പൂൺ വീതം എടുക്കണം. എത്രയാണോ 1 സ്പൂൺ നെല്ലിക്കപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി. എല്ലാ പൊടികളും നല്ല ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടികളായിരിക്കണം, നല്ല പൊടികളായിരിക്കണം. ഇതിലേക്ക് 1 സ്പൂൺ നീലയാമരിപ്പൊടി. എല്ലാം നല്ല നാച്ചുറലായിട്ടുള്ള പൊടിയായിരിക്കണം കേട്ടോ. അടുത്ത് മെയിനായിട്ടുള്ള പൊടി കയ്യുണ്ണിയും പൊടിയാണ്. കയ്യുണ്ണിയും പൊടി 2 സ്പൂൺ ചേർക്കണം. അതാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എല്ലാം കൂടെ മിക്സ് ചെയ്തു. അടുത്തത് മൈലാഞ്ചിപ്പൊടിയും 1 സ്പൂൺ. അതിനകത്ത് കോഫി പൗഡറും കയ്യുണ്ണിത്തിൻ്റെ പൊടിയുമാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ബാക്കി പൊടിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതല്ലേ. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ഇടണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ആ പൊടിയുടെ കളറൊക്കെ ഇല്ലേ നമ്മുടെ തലയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് അത് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഒഴിക്കണം കേട്ടോ. തിളപ്പിച്ചാറിയതല്ല, ചെറിയ ചൂടുള്ള വെള്ളം. ചെറിയ ചൂടുള്ള വെള്ളമാണ് ആ പൊടികളൊക്കെ അലിക്കാൻ എളുപ്പം. ഇപ്പം തന്നെ കറുത്ത കളറായി തുടങ്ങിയില്ലേ. ചായവെള്ളം ഒഴിച്ച് കലക്കിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാണ് കലക്കണത്. പൊടിയൊക്കെ വേഗം മിക്സ് ആകാനും പൊടിയൊക്കെ വേഗം അലിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ചെറിയ ചൂടുള്ള വെള്ളം. നല്ലപോലെ മിക്സ് ചെയ്യണം. എല്ലാ പൊടിയും കൂടെ ആദ്യം മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. എന്നാലാണ് നല്ലപോലെ. ഇതുണ്ടോ, ഒരു കെമിക്കലും കറുത്ത കളറും ഒന്നും ചേർത്തില്ല. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ വെച്ചില്ല. കറുത്ത കളർ ഉണ്ടാവാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇത് നമ്മൾ കലക്കിയിട്ട് 1 അരമണിക്കൂർ വച്ചേക്കണം.
അരമണിക്കൂർ വെച്ചാലാണ് എല്ലാം പൊടി ഐറ്റം അല്ലേ, ആ പൊടികളെല്ലാം പൊടിയിലേക്കെല്ലാം വെള്ളം ആഗിരണം ചെയ്യണം. എന്നാലാണ് പാകത്തിനാവുള്ളൂ. ഇത്രയും ലൂസിൽ വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഈ ലൂസിൽ പൊടിയൊക്കെ വെള്ളം കുടിച്ച് പാകമാവണം. നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം. മറ്റേ പൊടി മിക്സ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്താലാണ് എല്ലാം ഒന്നിച്ചാവുള്ളൂ. കൈ വെച്ച് വേണമെന്നൊന്നുമില്ല, സ്പൂൺ വെച്ച്. കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ തേക്കുമ്പോൾ തലയിൽ എണ്ണമെഴുക്ക് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഷാമ്പു ഇട്ട് തല കഴുകിയതായിരിക്കണം. തലയിൽ തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകി കളയാവുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകി കളയാവുള്ളൂ. ഇത് ഇത്ര ലൂസിൽ തേക്കണവരുണ്ട്. ഇത്ര ലൂസിൽ വേണമെങ്കിൽ തേക്കാം. അതും ചിലപ്പോൾ ഒഴുകി പോകാൻ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കലക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ തലയിൽ തേക്കാവുള്ളൂ. എന്നിട്ട് 1 മണിക്കൂർ തലയിൽ ഇരിക്കണം, നല്ലപോലെ പിടിക്കാനായിട്ട്. 1 മണിക്കൂറാകുമ്പോഴത്തേനും വെള്ളം വലിഞ്ഞ് ഉണങ്ങി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഷാമ്പു ഇട്ട് കഴുകി കളയുക. നമ്മൾ ചായവെള്ളം ഒഴിച്ചോ, ചായവെള്ളം നമുക്ക് വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയ കൂട്ട് മിച്ചരിപ്പുണ്ടെങ്കിൽ അതുകൂട്ട് ഒഴിച്ച് ആദ്യം തല കഴുകുക. എന്നിട്ട് നല്ലപോലെ കഴുകി കളയുക. പച്ചവെള്ളം ഉപയോഗിച്ച് നല്ലപോലെ കഴുകുക. ചായവെള്ളം ഒഴിച്ച് കഴുകണം എന്തിനാന്ന് വെച്ചാൽ നല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കമൊക്കെ കിട്ടും. ചായവെള്ളം തലയിൽ സ്ഥിരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല പോലെ വളരില്ലേ. അത് തേക്കണവർക്ക് അറിയായിരിക്കും കേട്ടോ. ഞാൻ ഇന്നൊരു സാധനം തലയിൽ തേക്കണ വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാവേ. ഇനി അടുത്ത വീഡിയോയിൽ അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ ആണ്. അതുകൊണ്ട് വേഗം ഉണ്ടാക്കാം, വേഗം തലയിൽ തേക്കാം. വെച്ചേക്കണ്ട, ഇങ്ങനെ തേച്ചാൽ മതി. നല്ല മുടി നല്ല കരിക്കട്ട കളറായിക്കോളും. നല്ല സമർത്ഥമായിട്ട് കയ്യുണ്ണിയൊക്കെ ഉള്ളതുകൊണ്ട് മുടി നല്ല സമർത്ഥമായിട്ട് വളരും. ഹെയർ ഡൈ കൊണ്ട് നമ്മൾ പ്രായമായി ഓർത്തുകൊണ്ട് ഡൈ മാത്രം ഓർക്കും, മുടി നമ്മുടെ നീണ്ടു വരും. എന്തോരം പ്രായമായാലും നമുക്ക് മുടി നീളണമല്ലേ ഇഷ്ടം. എത്ര വയസ്സായാലും അതൊക്കെ തന്നെയാണ്. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.